നമ്മളുടെ ഇന്നത്തെ യാത്ര വരുന്നത് അഭയാരണ്യം കപ്രിക്കാട് എക്കോ ടൂറിസത്തിലേക്കാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഒരു വന്യജീവി ഉദ്യാനമാണ് അഭയാരണ്യം. കേരള വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി ഉദ്യാനമാണ് ഇത്. കോടനാട് ആനക്കളരി മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള പെരിയാർ തീരത്ത് വനമേഖലയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പാർക്കിങ്ങിന് ഒരു 25 രൂപ ഫീസ് വരുന്നുണ്ട്. എൻട്രി ഫീസ് ഒരാൾക്ക് 70 രൂപയാണ് വരുന്നത് കേട്ടോ. അത് ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് നമ്മൾക്ക് കാണാനുള്ളത് ആകെയുള്ളത് ആന, മാന്, മ്ലാവ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം പ്രകൃതിയാണുള്ളത്. പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കയറുന്നവരാണ് കൂടുതലും. അപ്പം ഞങ്ങൾ ഒരുപാട് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. കയറുമ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു മിനി സൂ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിനുള്ളിലാണ് മൃഗങ്ങളൊക്കെ ഉള്ളത്. പോകുന്ന വഴിക്കാണ് ഒരു മാനും മ്ലാവും ഒക്കെ ഉള്ളത്. മൃഗങ്ങൾക്ക് യഥേഷ്ടം മേഞ്ഞു നടക്കാനുള്ള സൗകര്യം അഭയാരണ്യത്തിലുണ്ട്. കോടനാട് ആനക്കളരിയിലെ ആനകളും മിനി മൃഗശാലയിലെ 120 മാനുകളെയും 180 മ്ലാവുകളെയുമാണ് അഭയാരണ്യത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് നമ്മുടെ കോടനാട് ആന വളർത്തൽ കേന്ദ്രം എല്ലാവരും പോയിട്ടുള്ളതായിരിക്കാം. അവിടുത്തെ ആനകളെയും മ്ലാവുകളെയുമാണ് ഇങ്ങോട്ട് അഭയാരണ്യത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ബാക്കി വരുന്ന കുറേ മൃഗങ്ങളെയും അതിന്റെ കൂടെ തന്നെ പാമ്പുകളെയും എല്ലാം നമ്മുടെ തൃശ്ശൂരുള്ള സൂയിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ഇവിടെയുള്ള കുറേ ആനകളെല്ലാം പല പല കാരണങ്ങളാൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും അവിടുന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആനകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി ഭംഗിയാണ് ഫോറസ്റ്റ് ഉള്ളിൽ കൂടി നടക്കാനും അവിടെ നല്ല ചീവിടിന്റെ സൗണ്ട് ഒക്കെ കേട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ നമുക്ക് അതിനകത്ത് പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം കുടിക്കാനും ചായ കുടിക്കാനുള്ള സൗകര്യം കറങ്ങി തിരിഞ്ഞ് ഒത്തിരി ദൂരം വന്നു കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യം കിട്ടത്തുള്ളൂ. നമ്മളതെല്ലാം കണ്ടു കറങ്ങി മൃഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി എവിടെ വരുന്നത് കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പാർക്കുകളൊക്കെയാണ്. അങ്ങനെ അവസാനം നമ്മളിതാ ഒരു ചായയും പിന്നെ ജ്യൂസും ഒക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മീൻസ് അതിലൊക്കെ നടന്നു. പിന്നെ നമുക്ക് അവിടെ ഈ ഏർമാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഒന്നും നമുക്ക് അലൗഡ് അല്ല. അതിനകത്തൊന്നും കയറാൻ സാധിക്കത്തില്ല. ഇതുപോലെ ഊഞ്ഞാലിലൊക്കെ മാത്രമേ നമുക്ക് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയത്തില്ല. ആനകളെ മിനി സൂ എന്നും പറഞ്ഞിട്ട് കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ളത് കാര്യങ്ങളൊന്നുമില്ല. പ്രകൃതി ആസ്വദിക്കാനും അതിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അതിനകത്തൂടെ നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോകാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും